Hi friends, welcome back to JOJE Kitchen. എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ ഇന്ന് JOJE Kitchen ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് ലിവർ പെപ്പർ ഫ്രൈ ആണ്. അത് എങ്ങനെ ക്ലീൻ ചെയ്യാം, എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കിച്ചണിലേക്ക് പോകാം. ലിവർ ക്ലീൻ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ലിവറിനെ ഒന്ന് കുറച്ച് അല്പം ചൂട് വെള്ളത്തിനകത്തിട്ട് അതിന്റെ മുകളിലുള്ള ഒരു പാട പോലെയുള്ള ഒരു കോട്ടിംഗ് ഉണ്ട്. അതൊന്ന് പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ കുറച്ച് വയറിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർക്ക് കൊടുക്കുമ്പോഴത്തേനും ദഹനത്തിന് അത് നല്ലതാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രത്തിനകത്തേക്ക് അത്യാവശ്യം നല്ല ചൂടുള്ള തിളച്ച പാട വേണമെന്നില്ല, അത്യാവശ്യം ചൂടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഞാനിവിടെ കുറച്ച് ഒരു നല്ല ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് അതിനെ ഒന്ന് ഇട്ട് വെക്കാം. ഒരു കുറച്ച് സമയം ഒന്ന് ഇട്ട് വെച്ചേക്കണം. അപ്പൊ ഒരു 5 മിനിറ്റ് ഒക്കെ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞു. അപ്പൊ ഇതിന്റെ പുറം ഭാഗത്ത് ഇങ്ങനെ തൊലി പോലെ വരുന്ന ഈ സ്കിന്ന് നമുക്കൊന്ന് പൊളിച്ചെടുക്കാവുന്നതാണ്. ഇത് ഇങ്ങനെ പൊളിഞ്ഞു കിട്ടും. അപ്പൊ അത് നമുക്ക് മുഴുവനായിട്ട് ഒന്ന് പൊളിച്ചെടുത്ത് ആ ലിവർ ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. ഇതിങ്ങനെ പൊളിഞ്ഞു പോരും. നമ്മുടെ ലിവറൊക്കെ നന്നായിട്ട് ചെറുതാക്കി മുറിച്ച് അതിന്റെ തൊലിയെല്ലാം പൊളിച്ചു കളഞ്ഞായിരുന്നു. ചെറുതാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിന് നമുക്കൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ലിവറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറിയ സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി, അത് ഓപ്ഷനാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിക്കാം. അതൊരു ചെറിയ പുളിപ്പ് വരുമ്പോഴത്തേനും വേകാനും എളുപ്പമാണത്. മാത്രം. ഇനി നമുക്ക് അതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരല്പം കൂടുതൽ ഇട്ട് കൊടുക്കണം നമുക്ക്. ഞാൻ മുളക് പൊടി അതിനകത്തേക്ക് ഇടുന്നില്ല, പച്ചമുളക് ഇട്ടിട്ടില്ല. നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ പെപ്പർ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇപ്പോൾ ഞാനൊരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടാണ് ഇതൊന്ന് വേവിക്കുന്നത് തന്നെ. ബാക്കി നമുക്കതിനെ ഒന്ന് വറ്റിച്ചെടുക്കുമ്പോഴത്തേനും ഇട്ട് കൊടുക്കാം. അതിനൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി ഒരു മീഡിയം തീയിൽ വെച്ച് ഒരു വിസില് അല്ലെങ്കിൽ മാക്സിമം 2 വിസില് അത്രയും പാടുള്ളൂ. നമ്മൾ മുറിക്കുന്നതിന്റെ വലിപ്പം അനുസരിച്ചും ചില ഇറച്ചികൾക്ക് വേവ് അധികം വ്യത്യാസം ഉണ്ടാവും. അതനുസരിച്ച് 2 വിസില് മാക്സിമം അടിച്ചിട്ട് നമുക്കതിനെ തുറന്നു നോക്കാം. അപ്പൊ അതിനൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഇവിടെ ലിവറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്നും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു പച്ചമുളക് കീറി അതിന്റെ അയക്കി കളഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കാണ്. ഇനി ഒരു 2 ചെറിയ സബോള അതിന് വെച്ചേക്കൊണ്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അതിന് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയ പീസ് ഇഞ്ചി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. വെളുത്തുള്ളി ആവശ്യത്തിന് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് വഴന്നു വരുന്നവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ നല്ലോണം തന്നെ മഞ്ഞൾ ഇട്ട് കൊടുത്തേക്കുന്നതാണ് ഓൾറെഡി. അപ്പൊ അതനുസരിച്ച് കുറച്ച് മഞ്ഞൾ ഇട്ടാൽ മതി. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ച് കളറിന് മാത്രമായിട്ട് നമ്മൾ ഇടുന്നുള്ളൂ. ഇനി നമ്മൾ അതിനകത്തേക്ക് കുരുമുളക് ഇടുന്നതിന് മുമ്പ് കുരുമുളക് അത്യാവശ്യം നല്ല എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. നമ്മളത് പെപ്പർ ഫ്രൈ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കുരുമുളക് ഇട്ട് കൊടുത്തു. ഇനി നമ്മളൊരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ലിവർ വേവിച്ച് വെച്ചിരിക്കുന്നത് തുറന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ 2 വിസിലാണ് അടിച്ചത്. അതൊന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ വേവിക്കാൻ വെച്ചപ്പോഴത്തേനും ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ നിന്ന് തന്നെയുള്ള വെള്ളമാണ്. ചെറിയ തീയിൽ ഒരു അല്പം നേരം വെച്ചതിന് ശേഷം തീ കൂട്ടി വെക്കുക. അപ്പൊ അതിൽ നിന്ന് തന്നെ വെള്ളം കുറച്ച്
വന്നിട്ട് ഇറച്ചി ലിവർ വെന്ത് കിട്ടും. വേറെ അഡീഷണൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ട് ഡ്രൈ ആയി വരുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഫ്രൈ ഒക്കെ ഒരുമാതിരി നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഡ്രൈ ആക്കി എടുക്കേണ്ടവർക്ക് ഡ്രൈ ആക്കി എടുക്കാം. അതല്ല നമുക്ക് ചപ്പാത്തിക്കോ അങ്ങനെ ബ്രെഡിന്റെ ഒക്കെ കൂടെ കഴിക്കാനാണെങ്കിൽ ഇച്ചിരി ഇങ്ങനെ ലൂസായിട്ടുള്ള പോലെ നമുക്ക് വാങ്ങിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പെപ്പർ ഫ്രൈ ഒക്കെ റെഡിയായി. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമ്മുടെ പെപ്പർ ഫ്രൈ ഒക്കെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഒരു ഐറ്റാണ്. അപ്പോൾ അത് നമുക്ക് ബ്രെഡിന്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, ചോറിന്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. അല്ലാതെ ചുമ്മാ വേണമെങ്കിൽ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്. കുറച്ചിടന്നേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. അതിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.